ഹായ്, കണ്ടോ? അത് ഇതെൻ്റെ ഇഞ്ചി കൃഷിയാണ്. ഞാൻ ഒരു വീട്ടിൽ നിന്ന് അടുത്തൊരു വീട്ടിൽ നിന്ന് അവർ കവറിൽ നട്ട ഇഞ്ചി തോനെയും പിടിച്ച് എനിക്കായിട്ട് കുറച്ച് എനിക്ക് തന്നിട്ട് പറഞ്ഞ് വീട്ടാവശ്യത്തിനൊക്കെ എടുത്തോളാം, ഞാൻ നാടൻ ഇഞ്ചി ആയതുകൊണ്ട് തന്നതാണ്. അത് 5-6 ചുവട്ടുണ്ടായിരുന്നു. ഞാനത് ഒടിച്ച് ചാണകം കലക്കി അതിൽ മുക്കി വെച്ചിട്ട് ഞാനും എടുത്ത് നട്ട് എന്ന് പറഞ്ഞ് ബാക്കി അവിടെ കിടന്ന് ഉണങ്ങിപ്പോകുന്നേക്കാളും എനിക്കും പിന്നെ അവർ തന്നെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് നട്ടെടുക്കാം, അതിൽ നിന്ന് കിട്ടുന്നത് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങ് നട്ട്. ആവശ്യത്തിന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് 5-6 ചുവട് ഞാനത് ഒടിച്ചൊടിച്ച് ചെറുതായിട്ടാണ് നട്ടേ. അപ്പോഴെനിക്ക് എന്നെ വിചാരം ഉണ്ടായത്, പിന്നെ എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഇത്രയും ചെറുതായിട്ടൊക്കെ. ചെറുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുതല്ല, ഒരു ചെറുതായിട്ടൊക്കെ ഇത്രയും നട്ടാൽ പിന്നെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇത്തിരി വലുതായിട്ടൊക്കെ അവർ നടുന്നത്. അപ്പോഴെനിക്ക് പേടിയായിപ്പോയി. പിന്നെ ഞാൻ നട്ടത് പൊടിക്കുമെന്ന് വിചാരിച്ച്. മഞ്ഞളും അവർ തന്നതാണ്. മഞ്ഞൾ എനിക്ക് അത് ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ. കുറച്ച് വാങ്ങിയുള്ളൂന്നല്ല, ഞാൻ ചോദിച്ച് വാങ്ങിയതാണ് എനിക്കിത് നടാനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചിയുടെ കൂട്ടത്തിൽ നടാനായിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. ചേച്ചി, അവർ ഈ മഞ്ഞയും ഇഞ്ചിയൊക്കെ ശരിക്കും നട്ടിട്ടുണ്ട്. അവർ ഇങ്ങനെ കിളച്ചെടുത്ത് ഉണക്കി ഒരു മഞ്ഞപ്പൊടിയായിട്ട് കൊടുത്ത് പൈസ വാങ്ങാനല്ല, അവർക്ക് അല്ലാതെ അവർ സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് പൊടിക്കുന്നതനുസരിച്ച് എല്ലാവർക്കും വെറുതെയൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ഒരു 2 മൂട് ഇഞ്ചി മഞ്ഞളും കൂടെ തരുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി എനിക്ക് തന്നായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതെടുത്ത് ഇതേ കണക്ക് നട്ട്. അത് ഇവിടെ ഈ സൈഡിൽ വെയിലടിക്കത്തില്ല എന്നാൽ വേറെ ഒന്നും നടാനും പറ്റില്ല. അപ്പോൾ ഒരു മതിൽ കെട്ടിലിൻ്റെയും ഈ സൈഡിൻ്റെയും കൂടെ സൈഡിലാണ് നട്ടേ. കണ്ട് ഇത്രയും സാധനം കിട്ടി. കണ്ടോ? ഇവിടെ നിന്ന് അതുവരെ എനിക്ക് തന്നെ എന്ത് പറയുക, ഭയങ്കര സന്തോഷമായി. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുറച്ച് സാധനം ഒരാളെ നിന്ന് മേടിച്ച് നട്ടിട്ട് എനിക്ക് ഇത്രയും കിട്ടിയപ്പോൾ എനിക്ക് എന്താ പറയുക, ഇത് കണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നൊരു സന്തോഷമായിപ്പോയി. എന്ന് പറഞ്ഞാൽ നോക്കി, നിങ്ങൾക്ക് എന്നത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. കണ്ടോ? ഇഞ്ചിയൊക്കെ നോക്കി ഇത്രയുണ്ടേ. എനിക്ക് നമുക്ക് വീട്ടിൽ ആളെണ്ണം കുറവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടെ എടുത്താൽ ഉപയോഗിക്കാൻ പറ്റത്തുമില്ല. പിന്നെ ഞാൻ ഈ മഞ്ഞ പുഴുങ്ങി ഉണക്കി, അത്രയ്ക്ക് വലിപ്പമുള്ള മഞ്ഞയൊന്നും അല്ല, പിന്നെ ഉള്ളതായിക്കോട്ടെ എന്നും പറഞ്ഞ് പുഴുങ്ങി വൃത്തിയാക്കി ഉണക്കി എടുത്ത്. ഇഞ്ചി നടാനും വെച്ചിട്ടുണ്ട്, മഞ്ഞൾ നടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടല്ലോ, ആരെയും ചോദിച്ച് വാങ്ങാതെ പിന്നെ അതിൽ നിന്ന് തന്നെ നടാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ഇഞ്ചിയും മഞ്ഞളും. ഉണ്ടോ? ഇത്രയും കിട്ടി. ഞാൻ രാത്രി അത് വൃത്തിയാക്കി വെച്ച് രാവിലെ പുഴുങ്ങി വെയിലാവുമ്പോൾ രാവിലെ ടെറസിന് കൊണ്ടേ കൊണ്ടിട്ട്. ഇത് ഇഞ്ചിയാണ്, കയ്യിൽ വെക്കാൻ പത്രപ്പേപ്പറാണ് കിട്ടിയത്. അത് എടുത്തുകൊണ്ട് വന്ന് അതിൽ ഒരു കവറിലിട്ട് ഇടാമായിരുന്നു എന്ന് പിന്നെയാണ് ചിന്തിച്ച്. പേപ്പറിൽ കൊണ്ടിട്ട് വെച്ചു. തോനെ ഇഞ്ചി ഉണക്കിയില്ല. എനിക്ക് ആദ്യമായിട്ട് ഈ ഉണക്കി പരിചയമില്ലാത്തതുകൊണ്ട് ആദ്യമായിട്ടാകുമ്പോൾ ഇതെങ്ങനെ എത്ര കാണും, ഉണങ്ങിപ്പോയാൽ കുറയും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഇപ്പോൾ ഉണങ്ങിയപ്പോൾ സാധനത്തിന് എന്താ പറയുക, ഇതേ കണക്കില്ല, ഇച്ചിരി കുറവാണ്. പിന്നെ ഉണങ്ങാൻ ടെറസിലിട്ടിട്ടുണ്ട്. കണ്ടോ? ഇതാണ് എൻ്റെ ആദ്യമായിട്ടുള്ള മഞ്ഞ കൃഷി.